മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ ഖുർആൻ അല്ലേ പറഞ്ഞത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഞാനും എൻ്റെ മലക്കുകളും മുത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് ഈമാനുള്ള മനുഷ്യ നീയും സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലാ അല്ലാ ആദ്യം അവൻ തന്നെ ഏറ്റെടുത്തൊരു കാര്യമാ, പിന്നീട് അവൻ്റെ അംലാക്ക് ചെയ്തൊരു കൃത്യമാ, പിന്നാണ് അവൻ നമ്മോടതും കൽപ്പിച്ചത്. ഇതുപോലെ പറയാനേത് അമലാണുള്ളത്? അരോ സ്വലാത്തൊന്നോദിയെന്നാൽ പിന്നെ പകരം ഇലാഹിൽ നിന്ന് പത്താ പൊന്നേ. മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റൻ. ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ പത്താ അവന് പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നത്. എത്രമാത്രം പോരിശയാക്കപ്പെട്ട അമലാണ് സ്വലാത്ത്. മറ്റുള്ള അമലിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മഹത്തമാക്കപ്പെട്ട അമല്. നിസ്കരിക്കാൻ അല്ലാഹു നമ്മളോട് പറഞ്ഞില്ലേ? നോമ്പ് പിടിക്കാൻ പടച്ച റബ്ബ് പറഞ്ഞു. മറ്റുള്ള അമലുകളെല്ലാം അല്ലാഹു പറഞ്ഞു. അല്ലാഹു ചെയ്ത് നമ്മളോട് പറഞ്ഞ ഒരേ ഒരു അമല് അത് സ്വലാത്ത് മാത്രമാണ്. ഹബീബായ റസൂലുള്ളാഹിന്റെ തിരുപിറവി കൊണ്ട് അനുഗ്രഹീതമായ നമ്മിലേക്ക് കടന്നു വരുമ്പോ മുഅ്മിനേ, ഞാനും നിങ്ങളും സ്വലാത്തുകളെ കൊണ്ട് സജീവമാകേണ്ടയോ? മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്ക്. രക്ഷപ്പെടാനുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പ്, അവസാനത്തെ പിടിവള്ളി, അവസാനത്തെ മാർഗം അത് സ്വലാത്ത്. അല്ലാഹുവേ, സ്വലാത്തിലൂടെ ഞങ്ങളെ രക്ഷപ്പെടും.